5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്നത്തെ അവസാനം വന്നിരിക്കുന്ന ഒരു വാർത്ത. ശിവൻകുട്ടി സാർ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 10ാം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിൽ ഗവർണറുടെ അധികാരങ്ങളും കടമകളും ഉത്തരവാദിത്വങ്ങളും പഠിക്കാൻ ചേർക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഗവർണറുടെ മാത്രം പോരാ. ഗവർണറുടെ ചേർക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രസിഡന്റിൻ്റെ ചേർക്കണം, പ്രധാനമന്ത്രിയുടെ ചേർക്കണം, MLA-മാരുടേത് ചേർക്കണം, തീർച്ചയായിട്ടും മന്ത്രിമാരുടേത് ചേർക്കണം. MLA-മാർ അസംബ്ലിയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നുള്ളത് ചേർക്കണം. കാരണം കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ അസംബ്ലിയിൽ പല കാര്യങ്ങളും കണ്ടുവരികയാണ്. താങ്കൾക്ക് തന്നെ അനുഭവമുണ്ടല്ലോ, നേരിട്ട് പ്രായോഗികമായ അനുഭവങ്ങളുണ്ട്. കേരള അസംബ്ലിയിൽ ഓരോ MLA-മാരും എന്താണ് പറയുന്നത്, കാണിക്കുന്നത്, ഗുസ്തി നടത്തുന്ന KM മാണി സാറിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാതെ നിശബ്ദമാക്കിയത്, അവിടുത്തെ സ്പീക്കറുടെ ഡയസും എല്ലാം എടുത്തെറിഞ്ഞ് വലിയ കോലാഹലമുണ്ടാക്കിയതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനപ്രതിനിധികൾക്കാകെ ഒരു പ്രോട്ടോക്കോൾ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇന്ന് കോളേജിൽ, സ്കൂളിൽ തല്ലുണ്ടാക്കുന്ന കുട്ടികളാണ് നാളത്തെ നേതാക്കന്മാർ. അവർ തെറി വിളിച്ച് ബഹളമുണ്ടാക്കി, തല്ലുണ്ടാക്കി, മറ്റ് പാർട്ടികളെ ഭരിക്കാൻ അനുവദിക്കാതെ മറ്റ് പാർട്ടികളുടെ കൊടിയും തോരണങ്ങളും ബാനറുകളും എല്ലാം വലിച്ചു കീറി ഒരു കാരണവശാലും ജനാധിപത്യത്തിൽ വിശ്വസിക്കാതെ ഒരുതരം താലിബാനിസം നടത്തി വളർത്തു വരുന്ന നേതാക്കൾ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ അവർ ഗവർണറായാലും ഇതുപോലെ മന്ത്രിയായാലും ഏത് പൊസിഷനിലെത്താലും ഇത്തരം വേലകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്യൂരിറ്റിയുള്ള തങ്കക്കുട്ടികൾ നമ്മുടെ MLA-മാരും മന്ത്രിമാരും ഗവർണർമാരും ഒക്കെ ആകട്ടെ. നല്ല തീരുമാനമാണ്. ഞാനിതിനെ കളിയാക്കാനോ നെഗറ്റീവാക്കാനോ പറഞ്ഞതല്ല. വളരെ നല്ല തീരുമാനം. പക്ഷേ അത് ഗവർണറിൽ നിർത്തിക്കളയരുത്. അത് നമുക്ക് MLA-മാരുടെ പ്രോട്ടോക്കോൾ എന്താണ്, അതുപോലെ മന്ത്രിമാരുടെ പ്രോട്ടോക്കോൾ എന്താണ്, ഇനി വേണമെങ്കിൽ നമുക്ക് IAS-കാരുടെ വരെ പിടിക്കാം. അതിൻ്റെ താഴോട്ട് പിടിക്കേണ്ട സാധാ ഉദ്യോഗസ്ഥരാണല്ലോ, അവരെ പ്രോട്ടോക്കോൾ പിടിക്കേണ്ട. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞാൽ, പണ്ട് ഇവിടെ വടക്കൊരാൾ, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ കേസിൽപ്പെട്ട് കിടക്കുന്ന ഒരാൾ, ഈ നമ്മുടെ ഓപ്പറേഷൻ ഇത് നടന്നല്ലോ, വിമാനാപകടത്തിൽ രഞ്ജിത മരിച്ചപ്പോൾ ഒരു പെൺകുട്ടി മരിച്ചല്ലോ, സിന്ധു എന്നൊരു പേരാണ്, ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ ഇവിടെ അതിനെതിരെ അവരിവിടെ നിന്ന് നല്ല സാധനം നോക്കി UK പോയാന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളിട്ട ഒരാളിനെ നമ്മളൊരു ഡെപ്യൂട്ടി തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ മൊത്തത്തിലൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്, ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അത് ഒരു ചെറിയൊരു പാരഗ്രാഫിൽ നിർത്താതെ ഒരു പാഠം തന്നെ ഇറക്കുക. ആ പാഠത്തിന് നമുക്ക് നല്ല പേരിടണം. മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മന്ത്രിമാരും ഈ അധികാര സ്ഥാനത്ത് വരുന്നവരുടെ പ്രോട്ടോക്കോൾ എന്താണെന്നുള്ള നല്ലൊരു പ്രോട്ടോക്കോൾ പേരുമൊക്കെ ഇട്ട് മനോഹരമായൊരു അധ്യായം വരട്ടെ. കുട്ടികളത് പഠിക്കട്ടെ, അതിൽ പരീക്ഷ എഴുതട്ടെ. ഇനി അവരിൽ ആരെങ്കിലും നാളെ ഗവർണറായാൽ തീർച്ചയായിട്ടും അവരവരുടെ ഓഫീസിൽ എന്ത് വയ്ക്കണമെന്നുള്ള ആലോചിക്കും. അതുപോലെ തന്നെ മന്ത്രിമാർക്ക് പോയി ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടി വരില്ല. അതുപോലെ അസംബ്ലിയിലായാലും MLA-മാരൊന്നും ഇങ്ങനെ ഡയസ് അടിച്ച് പൊളിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. മനോഹരമായ രീതിയിലുള്ള നല്ലൊരു സാർത്ഥകമായ ജനാധിപത്യ സംവാദം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ സമ്പുഷ്ടിപ്പെടുത്തുന്നത് സാർത്ഥകമായ സംവാദങ്ങൾ കൂടി കൊണ്ടാണല്ലോ. അതിനു വേണ്ടിയിട്ട് അങ്ങയുടെ ഈ ഇടപെടൽ വളരെ മനോഹരമാണ്. ഞാനിതാരെയും ദുഃഖിപ്പിക്കാനോ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഒരു സംഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പറഞ്ഞതല്ല. പക്ഷേ നടന്നതിനെ വച്ചല്ലേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ. സംസാരിക്കുമ്പോൾ നമുക്കൊരു ത്രെഡ് വേണമല്ലോ. അതിന് കൊണ്ട് മാത്രം ചില ത്രെഡുകൾ എടുത്തതാണ്. തീർച്ചയായും വരട്ടെ പുതിയ പ്രോട്ടോക്കോൾ. അത് രാജ്യത്ത് പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള എല്ലാവർക്കുമുള്ള പുതിയ പ്രോട്ടോക്കോൾ. അത് നമുക്ക് പാഠ്യപദ്ധതി തന്നെയാണ് തുടങ്ങേണ്ടത്. വളരെ നല്ല തീരുമാനം.